സിനിമയിൽ നമ്മൾ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഈ നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ഫിക്ഷണൽ തന്നെയാണ്. ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു കഥയിലേക്ക് നമ്മൾ കണ്ടിട്ടുള്ള ഇൻസിഡൻസിൽ നിന്ന് നമ്മൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ ഷോർട്ട് ബൈ ഷോർട്ട് ഡോക്യുമെന്റേഷനേ അല്ല ഈ സിനിമ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി കൂടുതൽ ഈ സിനിമയിൽ അതെങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സങ്കേതങ്ങൾ എന്തൊക്കെ, നമ്മുടെ സിനിമയുടെ ക്വാളിറ്റി, സിനിമയിലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ പുട്ടിൻ ചെയ്തിട്ടുള്ള എഫേർട്ട്, അതുകൊണ്ട് വന്നിട്ടുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ മേന്മയായിരിക്കുക. എന്ത് വിഷയം പറയുന്നു എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. വിഷയമല്ല, ഈ പറഞ്ഞിരിക്കുന്ന വിഷയം മാത്രമല്ല നമ്മൾ ഇതിന്റെ ഒരു മേന്മയായിട്ട് അതുകൊണ്ട് നിങ്ങൾ ഈ സിനിമ കാണണം എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. നേരെ കുറച്ച് ഈ സിനിമ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയായിട്ട് നിങ്ങൾ തിയേറ്ററിൽ ഇത് കാണുമ്പോൾ തുടക്കം മുതൽ അവസാനം വരെ ആ സിനിമയിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷവും ആ സിനിമ അത് നമുക്കൊരു അതിനകത്തുള്ള ഫിൽം മേക്കിങ്ങും അതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്കൽ എലിമെന്റ്സും ഒക്കെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരിക. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം അത്ര പ്രാധാന്യത്തോട് തന്നെയാണ് നമ്മൾ നോക്കി കണ്ടിരിക്കുന്നത്. അത് ഈ തെറ്റിദ്ധരിക്കരുത്. അതായത് നമ്മൾ ഇതാണ് ചരിത്രം, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് വയ്ക്കാൻ പറ്റില്ല. കാര്യം നമുക്ക് ഒരു സിനിമ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള എലിമെന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ കഥാപാത്രം ഈ സിനിമയിൽ ഒരു ഫിക്ഷണൽ കഥാപാത്രമാണ്. പല കഥാപാത്രങ്ങളും അതുപോലത്തെ ഭൂരിഭാഗം കഥാപാത്രങ്ങൾ അങ്ങനത്തെ ഫിക്ഷണൽ കഥാപാത്രങ്ങൾ തന്നെയാണ്. അതിന് നമുക്ക് ഈ സിനിമയായിട്ട് കാണുന്ന സമയത്ത് അതിന്റെ രസചേരട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സിനിമാറ്റിക് ലിബർട്ടി ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ചോദിക്കാൻ പറഞ്ഞില്ല, കാരണം അതിനുവേണ്ടി ആ ഫോണ്ട് തന്നെ നോക്കും. ആ ഫോണ്ട് തന്നെ ഇൻസിഡന്റ് ആണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ശരിക്കും അത് തന്നെയാണ് മെയിൻ പ്ലോട്ടിൽ. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ആ പോസ്റ്റർ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൈൻഡ് വരുന്ന അവരൊക്കെ ഇതാണ്. ഞങ്ങളിത് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ തന്നെ ഊഹിച്ചെടുക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. നിങ്ങൾ ഉറപ്പിക്കുമോ? ഉറപ്പിച്ചിട്ട് ഞങ്ങളിത് ഇത് ആ ഇൻസിഡന്റ് തന്നെയാണ് എന്ന് ഞങ്ങൾ പറയുകയാണെങ്കിൽ അതിനോട് നീതി പുലർത്തിയോ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ചോദിക്കും. പക്ഷെ അതേസമയം ഞാൻ തിരിച്ച് അങ്ങോട്ട് പറയുന്നത് ഇതൊരു ഫിക്ഷണൽ കഥയാണ്. നമ്മൾ കാണുന്ന സിനിമകളെല്ലാം, നമ്മൾ കാണുന്ന ഫാന്റസി സിനിമകൾ ഒഴിച്ചു ബാക്കി എല്ലാ സിനിമകളും എന്തിൽ നിന്നുമൊക്കെ റിയൽ ലൈഫ് ഇൻസിഡന്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അതിൽ കുറച്ച് ഫിക്ഷനും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എല്ലാ സിനിമകളും ഉണ്ടാവും. അപ്പൊ അതുപോലൊരു സിനിമയായിട്ട് മാത്രം ഇതിനെ കാണുകയും ഈ സിനിമയില് പറയുന്ന വിഷയം നിങ്ങൾ വിട്ടുപോകും. ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന അനുഭവം എന്താണ് എന്നുള്ളത് മാത്രമായിരിക്കണം ഈ സിനിമയുടെ മേന്മ. ഈ ഇപ്പം റിയൽ ഇൻസിഡന്റിൽ ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞു. ഇപ്പം ട്രെയിലറിൽ ഒരു ഷോട്ട് ഉണ്ട്, ഒരു മേലുദ്യോഗസ്ഥനും കീഴുദ്യോഗസ്ഥനെ ജീപ്പിൽ ചേർത്ത് പിടിക്കുന്ന ഷോട്ടുണ്ട്. അപ്പൊ ഒരു 10-12 വർഷം മുമ്പ് സെൻകുമാർ സാർ അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനെ ഒരു കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ചേർത്ത് പിടിക്കുകയും അത് ആ സെയിം പോലെ തന്നെ നമുക്ക് പിറ്റേ ദിവസം പേപ്പറിലേക്ക് അത് വളരെ ന്യൂസാണ്. ഇപ്പൊ ഒരു സിനിമ എടുക്കുമ്പോൾ ഇപ്പൊ മുത്തിങ്ങ ഇൻസിഡന്റ് പലരാണെന്ന് പറയുന്നില്ലെങ്കിൽ പോലും അതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഇപ്പൊ ഈ കാണിച്ച ഷോട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അനുരാജ് തന്നെ പറഞ്ഞ ഒന്നിൽ കൂടുതൽ റിയൽ ഇൻസിഡൻസ് കണക്ട് ചെയ്തിട്ടാണ്. നോർമലി നമ്മൾ കാണുന്നത് ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത ഒരു സിനിമ വരും. ഇപ്പൊ ഒരു സിനിമയ്ക്കകത്ത് പല റിയൽ ഇൻസിഡൻസ് വരുമ്പോൾ എല്ലാത്തിനോടും എങ്ങനെ നമുക്ക് ഒരു മേക്കർ രീതി കൊടുക്കാൻ പറ്റും? അല്ല, അത് ഒരു നേരത്തെ നമുക്ക് മുൻപേ യാത്ര ചെയ്ത സിനിമകൾ പോലും ഒരു ഇൻസിഡന്റിനെ തന്നെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാറ്. പല ആ എഴുത്തുകാരന്റെ സംവിധായകന്റെ അയാളുടെ കാഴ്ച നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയ ബോധ്യങ്ങളും സാമൂഹിക ബോധ്യങ്ങളും ചിലപ്പോൾ അടയാളപ്പെടുത്താറുണ്ട്. ഇപ്പൊ നിരവധി സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് എക്സാമ്പിൾ അത് കുറെ നീണ്ട നേരെയായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ഈ പെർട്ടിക്കുലർ ഇൻസിഡന്റ് പറഞ്ഞു, അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് അടയാളപ്പെടുത്തൽ തന്നെയാണ്. അത് ഏത് തരത്തിലാണെന്ന് വെച്ചാൽ പോലീസ് ഹൈറാർക്കിയിൽ നമ്മൾ കാണുന്ന അത് മാത്രമായിരിക്കണമെന്നില്ല, മറ്റു ചില വിഷ്വൽ കൂടി ചിലപ്പോൾ ഉൾപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു റീഡിങ്ങുകൾ കൂടി സിനിമയിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ അതാണ് പറഞ്ഞത്, ഈ സിനിമ നിങ്ങൾക്ക് പൂർണ്ണമായും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഘർഷങ്ങളുള്ള, കോൺഫ്ലിക്റ്റുകളുള്ള, ഇമോഷണൽ കണക്ഷനുള്ള കൃത്യമായി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള സിനിമയാണ്. ആ കോൺഫിഡൻസിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്, നിങ്ങളെ ഒരു പ്രസംഗിപ്പിൽ നിലനിൽക്ക് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് ആസ് എ ഫിലിം മേക്കർ ഞാൻ ഇഷ്ടമുള്ള സിനിമയിട്ട് ഞാൻ 6 വർഷത്തിന് ശേഷം ചെയ്ത സിനിമയാണ്. ടൊബി എന്റെ സുഹൃത്താണ്. എന്നെ സംബന്ധിച്ച് ടൊബി പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് കഴിഞ്ഞ് റിവ്യൂ കഴിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ആ ടൊബിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സിനിമയിൽ. അതെനിക്ക് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാൻ പറ്റും. എന്നെ വിസ്മയിപ്പിച്ച ചില മുഹൂർത്തങ്ങൾ, എന്നെ കരയിപ്പിച്ച്, എന്നെ ഇമോഷണലി ടച്ച് ചെയ്ത ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ടൊബിയുടെ കരിയറിൽ തന്നെ അടയാളപ്പെടുത്താൻ പറ്റുന്ന സിനിമയിൽ മാറും എന്നത് പൂർണ്ണ വിശ്വാസത്തോടുകൂടി പറയാം. ഇപ്പൊ പിന്നെ അതിനകത്ത് എന്താ വെച്ചാൽ സത്യമായിട്ടും ഇത്
അങ്ങനെയുള്ള കുറെ ഇൻസിഡൻസിനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സിനിമയല്ല ഇത്. ഈ സിനിമയ്ക്ക് കഥയും കഥാപാത്രമാണ് ആദ്യം ഉണ്ടായത്. പിന്നെയാണ് അതിന്റെ കഥ രൂപപ്പെട്ടു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് ഇൻസിഡൻസിൽ നിന്നും ഇൻസ്പിറേഷൻസ് ഉൾക്കൊണ്ട് നമ്മൾ അത് ഈ കഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത് പറയുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയിട്ട് എടുത്ത അങ്ങനത്തെ ഒരു സിനിമയല്ല. അപ്പോൾ നാളെ നമുക്കൊരു പോലീസ് ക്യാമ്പിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന്റെ കണക്ട് ചെയ്ത് ഞാൻ ഇന്ന് ക്യാമ്പിൽ പോയപ്പോൾ ഒരുപാട് പോലീസുകാർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ചോദിച്ച ഒരു കോമൺ ചോദ്യമുണ്ട്. ഈ സിനിമ ശരിക്കും പോലീസുകാര് നെഗറ്റീവായിട്ട് കാണിക്കുന്ന ഒരു സിനിമയായിരുന്നു. ഒരുപാട് പേര്, ഒന്നിലധികം പേര് എൻ്റെ അടുത്ത് ഇതേ ചോദ്യം ചോദിച്ചു. നമ്മൾ അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെ ഒരു ഇതല്ല നമ്മൾ കേട്ടത്, അതെനിക്ക് അറിയില്ല എന്ന് പറയാം. അപ്പം ശരിക്കും ഇങ്ങനെ ഒരു റിയൽ ഇൻസിഡന്റിൽ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മേക്കർ, ഇപ്പം നടന്റെ അടുത്ത് സംവിധായകൻ രണ്ടുപേർക്കും പറയാം, നമുക്ക് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ഒരു രാഷ്ട്രീയപരമായ സിനിമ വരുമ്പോൾ അത് തടയാൻ, പ്രദർശനം തടയാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് വിലങ്ങിടാൻ ഒരുപാട് പ്രഷറുകൾ വരുന്നതും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ, ഇത് അഭിനയിക്കേണ്ടതോ അല്ലെങ്കിൽ ഒരു സിനിമ വേണോ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടോ? രണ്ടുപേർക്കും പറയാം. ഇപ്പൊ നടൻ എന്നുള്ള രീതിയിൽ ടോയ്ക്കേറ്റ് പിന്മാറണം, അങ്ങനെ എന്തെങ്കിലും. രാഷ്ട്രീയക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഇതല്ലാതെ കൂലിപ്പണിക്കാരും ഒക്കെ വില്ലന്മാരും നായകന്മാരും സഹകഥാപാത്രങ്ങളുമായിട്ടുള്ള എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു. അപ്പൊ അതിനെ നമ്മള് ഇത് ഇന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴാണ് അതിനകത്തൊരു ന്യായമില്ലായ്മ അല്ലെങ്കിൽ ഒരു രീതിയില്ലായ്മ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിത് പറയുന്നത് ഏതോ ഒരു ഫിക്ഷണൽ ഒരു പോലീസുകാരൻ, അതിനിപ്പോ പോലീസുകാരിലാണെങ്കിലും സിനിമയിലുള്ളവരിലാണെങ്കിലും അല്ലെങ്കിൽ നാട്ടിലുള്ള മറ്റു ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലാണെങ്കിലും ഇവരിലൊക്കെ നല്ലതും ചീത്തയുമായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും നല്ലവർ, ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന എല്ലാവരും മോശപ്പെട്ടവരെന്ന് നമുക്ക് പറയാൻ പറ്റും. ജോലിയല്ല ഇതിന്റെ അടിസ്ഥാനം. ഇവര് സമൂഹത്തിൽ പെരുമാറുന്നതും ഇവരുടെ ഒരു സമൂഹത്തിനെ പറ്റിയിട്ടും രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം, ഇതൊക്കെയാണ് ഇവര് സാഹചര്യങ്ങളോടുള്ള ഇവരുടെ സ്നേഹം, അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലും ആപേക്ഷികമായിരിക്കും. ഇപ്പൊ എനിക്ക് നല്ല ആളെന്ന് തോന്നുന്ന ഒരാൾ ചിലപ്പോൾ സുമേഷിന് ഒരു മോശം ആളായിട്ട് തോന്നുമായിരിക്കാം. കാര്യം ഇയാൾ എന്നോട് പെരുമാറുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും അയാൾ സുമേഷിനോട് പെരുമാറുന്നത്. അപ്പൊ അതിനർത്ഥം വ്യക്തികളെക്കാളും അവരുടെ സാഹചര്യങ്ങളാണ് ഒരാളെ നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു മൊമെന്റിൽ ഉണ്ടാവുന്ന അവരുടെ ഒരു റിയാക്ഷൻ ആയിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അത് നല്ലതായിട്ട് ഫീൽ ചെയ്യേണ്ടത് തോന്നാവുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സെറ്റ് ഓഫ് ആൾക്കാരെ, ഏതെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ പുകഴ്ത്തുക ഇകഴ്ത്തുക എന്നുള്ളൊരു ഉദ്ദേശം ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഇതിവൃത്തം അറിയാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പരമായോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് പരമായോ എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്? എന്താണ് ഇത് പറയുന്ന സബ്ജക്ട്, അങ്ങനെ എന്തെങ്കിലും ഇപ്പം ഡയറക്ടർക്ക് അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ റൈറ്റർക്കോ? അല്ല, ഞാൻ ഇതിനോട് കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ ഹിറ്റ്ലറെ കുറിച്ച് ഒരു സിനിമ ചെയ്യാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഹിറ്റ്ലർ നല്ലവനാണോ മോശമാണോ എന്ന് തീരുമാനിക്കേണ്ടത് ആ ചെയ്യുന്ന ആളുടെ മാനസിക വ്യാപാരത്തിനനുസരിച്ചും അയാളുടെ ബോധ്യങ്ങൾക്കനുസരിച്ചും ആയിരിക്കും. അപ്പം നമ്മൾ ഒരാളെ ഉറപ്പിക്കാതെ ഒരു സിനിമ ചെയ്യണം വരില്ല. എല്ലാവരും ആ സിനിമയിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് സൂര്യൻ ഉദിക്കുക, പൂ വിരിയുക, ഇതേ കാണിക്കാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ ബോധ്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില സാധനങ്ങൾ ഞാൻ പറഞ്ഞതാണ്, നമ്മൾക്കുള്ളിലേക്ക് പത്രങ്ങളിലൂടെയും നമ്മുടെ ഒബ്സർവേഷനിലും നമുക്കുള്ളിൽ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ഒരു തിരക്കഥ ചിലപ്പോൾ തിരക്കഥയോട് രൂപപ്പെട്ടുണ്ടാവും. അതിലൊരു സംവിധായകൻ ഐക്യപ്പെടുന്നു ആ തിരക്കഥയോട്. അപ്പൊ അയാൾക്ക് ഉള്ളിലുള്ള ചില കാര്യങ്ങളും കൂടെ അതിലൂടെ ഐക്യപ്പെട്ടു. അങ്ങനെ രണ്ടുപേരുടെ കൂട്ടായ ഐക്യപ്പെടുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ ടോവിയോ പോലത്തെ ആർട്ടിസ്റ്റ് വരുന്നത്. നമ്മൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം വർഗീസ് പീറ്റർ എന്നുള്ള ഒരു കഥാപാത്രത്തിന്റെ കുട്ടനാട്ടിൽ നിന്ന് വയനാട്ടിലേക്കുള്ള യാത്രയാണ് സിനിമ. ആ സിനിമയ്ക്കകത്ത് ഉള്ള ലേയേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എന്റർടൈൻ ചെയ്ത ലേയേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്കഷൻ പോലും ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആ പോസിറ്റിവിറ്റിയാണ് ഞാൻ ഇപ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. പിന്നെ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും സിനിമയാണ്, അത് ആർട്ടാണ്. അപ്പോൾ അത് നമ്മൾ സംവദിക്കേണ്ടതും കലഹിക്കേണ്ടതും യുദ്ധം ചെയ്യേണ്ടതായ ചില വിഷയങ്ങളുണ്ടാവും. ആത്യന്തികമായി കല കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിന്റെ 23-ാം തീയതി നിങ്ങളിലേക്ക് എത്തുക എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ഇവിടെ സുമേഷ് ചോദിച്ചത് നിങ്ങളുടെ മറുപടിയിൽ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ പറഞ്ഞു വെക്കുന്നത് മുത്തങ്ങ പറയുമ്പോൾ നിങ്ങൾ മുത്തങ്ങ അല്ല എന്ന് പറയുന്നു, മറ്റു സംഭവങ്ങൾ അതല്ല എന്ന് പറയും. ശരിക്കും ഒരു സിനിമ കണ്ടിട്ട് വേണ്ട ഒരു പ്രസ് മീറ്റ് ആണ്. എന്തായാലും ഒന്ന് ഒരു പ്രസ് മീറ്റ് വെക്കുകയും ചെയ്യണം അന്നത്തെ ദിവസം, അത് ഉറപ്പാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ പല രീതിക്ക് യാത്ര ചെയ്തു. നിങ്ങൾ പറയുന്നത് പല രീതിക്ക് യാത്ര ചെയ്തു. പക്ഷേ നീതി ലഭിക്കാത്ത ഒട്ടനവധി ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടിയൊരു നീതി ഈ സിനിമയിലൂടെ നടപ്പാക്കാൻ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണകൂടത്തിന്
തോന്നുന്ന നിലയിലേക്ക് ഈ സബ്ജക്ട് പോകുന്നു? അതായത് ഒരു സിനിമ കൊണ്ടോ കല കൊണ്ടോ ഒരു സമൂഹത്തിൽ പൂർണ്ണമായ രീതിയിൽ നീതി നടപ്പാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ നീതി നടപ്പാക്കുന്നതിനെ പറ്റി പോസിറ്റീവായിട്ട് ആലോചിക്കാൻ ഈ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പ്രേരിപ്പിക്കാം, അവരെ ഇൻസ്പയർ ചെയ്യുക. അത്ര മാത്രമേ ഒരു കലയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ എന്താ പറയാ, നരിവേട്ട ആ രീതിയിലുള്ള ചിന്ത ഉണ്ടാക്കും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ നമുക്കുണ്ട്. ചർച്ചയ്ക്ക് പിന്നീട് ഈ സിനിമ ഇറങ്ങിയിട്ട് ഒരു വലിയ ചർച്ചയ്ക്കുള്ള ഒരു വേദി കൂടെ തുറന്നു കൊടുക്കാൻ കഴിയില്ല ഒരു ഡയറക്ടർ എന്ന നിലയിൽ. ഈ തോട്ട് പ്രൊവോക്കിംഗ് ആണ് ആക്ച്വലി സിനിമ ചെയ്യേണ്ടത്. മനുഷ്യനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ പറ്റുന്ന ഒരു എലമെന്റും കൂടെ അതിലുണ്ടാവുക എന്തുകൂടിയാണ് സിനിമ കൊണ്ട് അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോമാറ്റും കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചിലതെങ്കിലും. അപ്പോൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. എവിടെയാണ് അരിശപ്പെടുത്തപ്പെട്ട ആൾക്കാർ ഇപ്പോഴുള്ളത്? അവരുടെ നീതി എവിടെ പോയി? അവരെ കുറിച്ച് എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യാത്തത്? അവർക്കും പൂർണ്ണമായ നീതി കിട്ടുന്നുണ്ടോ? അവരുടെ ജീവിത ശൈലി എങ്ങനെയാണ്? ഇപ്പോൾ ആർല ഫാമിന്റെ കാര്യം ഞാൻ പറയാം. ആർല ഫാം എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. ആദിവാസി സെറ്റിൽമെന്റ് ഫാമാണ്. അതിൻ്റെ വീട്ടിൽ തൊട്ടടുത്താണ്. 16 പേരെ കൊന്ന ഒരു ആന ഇതിൻ്റെ അകത്തുണ്ട്. കഴിഞ്ഞ 4 മാസം മുമ്പ് ഒരു ദമ്പതികളെ ആന ചവിട്ടിക്കൊന്നു. അത് ഇവിടെ എത്ര മാധ്യമങ്ങളിൽ നോട്ട് ചെയ്യപ്പെട്ട വാർത്തയായിട്ടുണ്ട്. അപ്പം എവിടെയാണ് ചില സമൂഹങ്ങളെ നമ്മൾ മാർക്ക് ചെയ്യപ്പെടുന്നത്? ചില സമൂഹങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടോ? മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മളെ പോലെ ആക്കണം, നമ്മളെ പോലെ വസ്ത്രം, നമ്മളെ പോലെ പാർപ്പിടം, നമ്മളെ പോലുള്ള ആഹാര രീതികൾ, അതാണോ? അല്ലെങ്കിൽ തനതായി അവരെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അവർക്കുള്ള ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യണോ വേണ്ടി? ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണ്? ഇത് ചൂണ്ടിക്കാണിക്കാനേ ആർട്ടിന് പറ്റുള്ളൂ. ഇത് തീരുമാനം എടുക്കേണ്ടതും അതിൽ നീതി നടപ്പാക്കേണ്ടതും അതാത് സംവിധാനം. രണ്ട് ഭരണകൂടമാണ് കേരളത്തിലെ LDF മീഡിയം. 2 ഭരണകൂടങ്ങളുടെ ഭരണത്തിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്ന പല സംഭവങ്ങളും അവരെ ഭരണത്തിന്റെ കീഴിൽ വരുമ്പോഴാണ് നടക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ ചർച്ച, രാഷ്ട്രീയ വേദിയിലേക്ക് കൂടെ ഈ സിനിമ കടന്നു ചെല്ലില്ലേ? ചില കഥകളിലേക്ക് ഇതെത്താൻ എന്നുള്ളത് സിനിമകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സിനിമയിൽ പറയുന്ന കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. കാര്യം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ പറയുന്ന ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നതും എല്ലാത്തിൻ്റെയും അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള പവർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് എനിക്ക് സംഭവിക്കുന്നത് വരെയും അതിനെ ബാധിക്കാത്ത കാര്യമാണ്. മറ്റൊരാൾക്ക് എതിരെ ഒരു അതിക്രമം, ഒരു അടിച്ചമർത്തൽ ഒക്കെ നടക്കുന്ന സമയത്ത് അത് എന്നിലേക്ക് എത്തുന്നത് വരെ മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ കൺവീനിയൻസിനേക്കാൾ സാമൂഹ്യ ജീവികളായിട്ടുള്ള നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളുടെ അതേ എന്താ പറയാ അവകാശങ്ങളുള്ള ആളുകൾ അവർക്ക് വേണ്ട രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ലാതെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് സൗകര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മളുടെ ഭാഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി നേരിട്ട് അവിടെ എത്തി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളിലേക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനോ എങ്കിലും നമുക്ക് എല്ലാവർക്കും സാധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുമായിരിക്കും. അങ്ങനെ ഒരു വലിയ സമൂഹം അവരുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ അവരങ്ങനെ ചിന്തിച്ചാൽ അവിടെ വലിയ മാറ്റങ്ങളുണ്ടാവും. നമ്മൾ സഹജീവികളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവരെന്താണോ അങ്ങനെയുള്ള രീതിയിൽ അവരെ ബഹുമാനിക്കാനും അവരെ മറ്റുള്ളവരെല്ലാവരെയും നമ്മളെപ്പോലെ ആക്കാൻ ശ്രമിക്കാതെ അവരെന്താണോ അവരവരുടെ ബെസ്റ്റ് അവർക്ക് ആവശ്യമുള്ളത് അവരെ അർഹിക്കുന്നതും അവർക്ക് ആവശ്യമുള്ളതുമായിട്ടുള്ള നമ്മളുടെ ആവശ്യങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാനും നിലകൊള്ളാനും ഒക്കെയും അവകാശമുള്ള കടമയുള്ള ഒരു ജനസമൂഹമാണ് നമ്മളെല്ലാവരും. അപ്പൊ ആ സമൂഹത്തിന് ഇത് വിസ്മരിക്കപ്പെട്ടു പോയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അതോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം എന്നൊരു ചൂണ്ടുപലക വെച്ചു കൊടുക്കാനും ഒക്കെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ട് നമ്മൾ ശ്രമിക്കുന്നത്.